അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയൊന്നും എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻസ് സാധ്യതകൾ ഉള്ളൊരു വാഹനമാണ്. അങ്ങനെ ഒരു സ്നേഹമുള്ളൊരു രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഡീസൽ ബുള്ളറ്റ്. അങ്ങനെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം വാങ്ങുക. വാങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ മനസ്സിലാക്കുക. ചെറിയൊരു വൈബ്രേഷൻ അതിലുണ്ട്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് വീഡിയോ കാണിച്ച പോലെ ചെറിയ വൈബ്രേഷൻ ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് വൈബ്രേഷൻ ടെസ്റ്റ് കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് പവർ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. എങ്കിലും പെട്രോൾ ബുള്ളറ്റിൻ്റെ പെർഫോമൻസ് നമുക്കിതിൽ കിട്ടത്തില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഞാൻ ഡീസൽ ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു ഡീസൽ ബുള്ളറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ചെയ്തിട്ടില്ല. കാരണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് പലതരത്തിലുള്ള ഡീസൽ ബുള്ളറ്റുകൾ, അതായത് ഡീസൽ പെട്രോൾ ബുള്ളറ്റിനെ കൺവേർട്ട് ചെയ്ത് ഡീസലാക്കിയ വണ്ടി, അതുപോലെ തന്നെ സൂരജ് എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്ത ഡീസൽ വണ്ടി, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്ത ഡീസൽ വണ്ടി. അങ്ങനെ ഈ 3 വണ്ടികളും ഒരുമിച്ചിട്ട് ഒരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിൻ്റെ ബേസിലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2008 മുതൽ ഡീസൽ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സാഹചര്യം തന്നെ ഒരുപാട് പേര് ചോദിച്ചു. ഞാനിപ്പോൾ വളരെ റീസെൻ്റായിട്ടാണ് ഈ ഒരു ടോറസ് എടുത്തത്. അപ്പം ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടാ ഇപ്പോൾ ഇങ്ങനെ ഡീസൽ ബുള്ളറ്റ് വാങ്ങിക്കുന്നത്, ചേട്ടന് വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇത്തിരി ലെങ്തി ആയിരിക്കും, പക്ഷേ ഡീസൽ ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിത് പറഞ്ഞു തരുന്നുണ്ടാവും, എൻ്റെ അറിവിലുള്ളത്. അതായത് ഞാൻ ഏകദേശം ഒരു 15 വർഷമായിട്ട് ഡീസൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 1-2 വണ്ടികളൂടെ ഇതിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള ഇലക്ട്രിക് ബുള്ളറ്റാണ് ആ ഭാഗത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പെട്രോൾ ബുള്ളറ്റാണ്. ഇപ്പോൾ അത് പ്രായം കണക്കാക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് 99 മോഡൽ വണ്ടിയാണ്, ഇത് 56 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പല കാലഘട്ടത്തിലൂടെ കടന്നു വന്നൊരു വാഹനമാണ് ഈ വാഹനങ്ങൾ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് പരിചയപ്പെടേണ്ടത് പഴയ ആൾ തന്നെ പരിചയപ്പെടാം. ഇത് 80 മോഡൽ വണ്ടിയാണ്. ഈ കാലഘട്ടത്തിൽ 1980 കാലഘട്ടങ്ങളിൽ ഡീസൽ ബുള്ളറ്റ് ഇല്ല, അതായത് പെട്രോൾ ബുള്ളറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ആൾക്കാർ നമുക്കറിയാം, ഞാൻ ഡീസൽ ബുള്ളറ്റ് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നതല്ല, എൻ്റെ അച്ഛന് വാങ്ങിച്ചു തരുന്നത് 2008 കാലഘട്ടത്താണ്. അപ്പോൾ അതിനേക്കാളും ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം മുൻപ് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ ജീവിക്കാൻ തന്നെ സാമ്പത്തികം ഇല്ലായിരുന്ന ഒരു കാലഘട്ടമാണ്. സൈക്കിൾ തന്നെ അവർക്കൊരു ഡ്രീമായിട്ട് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളിലാണ് ബുള്ളറ്റ്. അപ്പോൾ ബുള്ളറ്റിൽ പെട്രോൾ ഒഴിച്ച് പോകണമെന്നുള്ളതിനേക്കാളും അതിൻ്റെ 3 പൈസയ്ക്ക് ഡീസൽ കിട്ടാനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഗ്രേവ്സ് ലെംബാർഡിനി എന്ന് പറഞ്ഞാൽ ലെംബാർഡിനി എഞ്ചിൻ, ഇറ്റാലിയൻ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ്, സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്, 5 HP എഞ്ചിനാണ്. അപ്പോൾ ആ ഒരു എഞ്ചിൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വയലുകളിലൊക്കെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളം പമ്പ് ചെയ്ത് പാടങ്ങളിൽ എത്തിക്കാനുള്ളൊരു എഞ്ചിനായിരുന്നു. ആ എഞ്ചിനെ മിടുക്കന്മാരായ മേശിനിമാർ ഈ ഒരു പെട്രോൾ ബുള്ളറ്റിൻ്റെ ചേസിൽ കയറ്റിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയൊരു വാഹനമാണ് ഇത്. അത് ശരിക്കും വേണമെങ്കിൽ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ഒറിജിനൽ ഗ്രേവ്സ് ലെംബാർഡിനി എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടികളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 78 ഒത്തിരി പഴയ കാലഘട്ടത്തിലുള്ളത്. അങ്ങനെയുള്ളൊരു വാഹനമാണ് ഇത്. ഈ ഒരു വാഹനം പെട്രോൾ ബുള്ളറ്റ് ആയിരുന്ന വാഹനത്തിന് ഡീസൽ എഞ്ചിൻ കയറ്റി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഓരോ മേസ്തിരിമാർ എഞ്ചിൻ കയറ്റുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ പെർഫോമൻസ് വ്യത്യാസപ്പെടാം. അതായത് ചില മേസ്തിരിമാരുടെ നല്ല ടെക്നോളജി കാണും. ചില ആൾക്കാർ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻ അതുപോലെ എടുത്ത് പെട്രോൾ എഞ്ചിൻ, ഇതൊരു പെട്രോൾ ബുള്ളറ്റാണ്, ഈ ഒരു പെട്രോൾ ബുള്ളറ്റിലെ ഈ ഒരു പെട്രോൾ എഞ്ചിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഡീസൽ എഞ്ചിൻ അതുപോലെ ഫിറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ എഞ്ചിൻ തള്ളി പുറത്തോട്ട് നിൽക്കും. അങ്ങനെയുള്ള എഞ്ചിനുകളെ സൈഡ് ബെഡ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. അത് ആ എഞ്ചിൻ കണ്ടാൽ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗിയറിൻ്റെ ലിവർ വലത്തോട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കും. അതായത് എഞ്ചിൻ കറക്റ്റ് ആയിരിക്കും, ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വണ്ടികൾ കാണണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് സൈഡിൽ ഒരുപാട് വണ്ടികൾ ഈ സൈഡ് ബെഡ് എഞ്ചിനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ബുള്ളറ്റിൻ്റെ എല്ലാ സാധനങ്ങളും അത് തന്നെ ഉപയോഗിക്കാം. എഞ്ചിൻ അല്പം വലത്തോട്ട് ഇരിക്കുമെന്നേ ഉള്ളൂ, ഗിയറിൻ്റെ ലിവർ ഒന്ന് വളച്ച് വയ്ക്കണം, ബാക്കി എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു വാഹനമാണ് ആദ്യം കൺവെർഷൻ നടത്തിയിരുന്നത്. അതിനുശേഷം ആൾക്കാർ കുറച്ചുകൂടി ഐഡിയ ഒക്കെ വന്നപ്പോഴേക്കും എഞ്ചിനെ കറക്റ്റായിട്ട് സെൻറ്ററാക്കി. അതാണ് സെൻറ്റർ ബെഡ് എഞ്ചിൻ. സെൻറ്റർ ബെഡ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സെൻറ്ററായിരിക്കും, എഞ്ചിൻ്റെ ഗിയർ ലിവർ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. അതായത് എഞ്ചിൻ വലത്തോട്ട് തള്ളിക്കിടന്ന എഞ്ചിനെ ഇടത്തോട്ട് തള്ളും. അപ്പോഴേക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ച് സൈഡ് പെട്രോൾ ബുള്ളറ്റിനാണ്, ഇത് പെട്രോൾ ബുള്ളറ്റിനാണ്, ഈ ക്ലച്ച് കുറച്ചുകൂടെ തള്ളി വരും, ഒരു 1.5 ഇഞ്ചോളം തള്ളി ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ്
ഈ സെൻട്രൽ ബെഡ് എഞ്ചിൻ ആക്കുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ സെൻട്രൽ ബെഡ് ആക്കിയ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അടുത്തുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഞ്ചിൻ കയറ്റിയ വണ്ടിയാണ്, അത് രണ്ടും കമ്പനി മാനുഫാക്ചർ ചെയ്ത എഞ്ചിനുകളാണ്, ഇത് രണ്ടും സെയിം ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആക്ച്വലി ഇതിൻ്റെ എഞ്ചിൻ്റെ കോൺഫിഗറേഷൻ സെയിം ആണ്. നമ്മൾ നോർമലി കാണുന്ന എല്ലാ ഡീസൽ ബുള്ളറ്റിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 HP, ശരിക്കും 6.5 HP ആണ്. 6.5 HP തന്നെ എഞ്ചിൻ തന്നെയാണ് ഇതിലെല്ലാത്തിലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിത് പെട്രോൾ എഞ്ചിൻ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിൻ കയറ്റിയ ഒരു വാഹനമാണ് ഇത്. അടുത്തതായിട്ടുള്ളത് സൂരജ് എന്നുള്ള വണ്ടിയാണ്. അതായത് ഇത് പണ്ട് ഇതിനെപ്പറ്റി ഡീസൽ ബുള്ളറ്റിൻ്റെ ചരിത്രത്തെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുക, അതിൽ പോയി കാണാവുന്നതാണ്. ഈ ഒരു വണ്ടി മാനുഫാക്ചർ ചെയ്തത് ഒരു 1980, 83, 84 കാലഘട്ടം ആയപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അവരുടെ പെട്രോൾ വാഹനങ്ങളെ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിൻ കയറ്റി. കാരണം പെട്രോൾ ആ കാലഘട്ടത്ത് പെട്രോളിന് ഏകദേശം 1 രൂപ വിലയുണ്ടായിരുന്നു. ആ 1 രൂപയ്ക്ക് 30 കിലോമീറ്റർ ആണ് പെട്രോളിൽ ഓടുന്നത്. അതേസമയം അതേ കാലഘട്ടത്തിൽ ഡീസലിനാണെന്നുണ്ടെങ്കിൽ 30 പൈസയെ ചിലവുള്ളൂ, 30 പൈസയിൽ 90 കിലോമീറ്റർ ഓടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരും പെട്രോൾ എഞ്ചിൻ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിനാക്കി. അപ്പോൾ ആൾക്കാരുടെ ഈ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സൂരജ് എന്ന് പറയുന്ന ഒരു ട്രാക്ടർ മാനുഫാക്ചേഴ്സ് ഈ സെയിം ടെക്നോളജി കടം കൊണ്ടിട്ട് റോയൽ എൻഫീൽഡിൻ്റെ പാർട്സും മറ്റുമൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട്, അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഫ്രണ്ട് ഫോർക്ക്, ഗിയർ ബോക്സ്, ബാക്ക് ഫോർക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ട് അവർ മാനുഫാക്ചർ ചെയ്തൊരു വണ്ടിയാണ് സൂരജ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം. ഈ ഒരു വാഹനം 1984 മുതൽ 94 കാലഘട്ടം വരെ ഉണ്ടായിരുന്നു, 2000 വരെ ഉണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിരിക്കുന്നത് 92, 93 കാലഘട്ടത്താണ്. ഇത് 92 മോഡൽ വണ്ടിയാണ്, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ കാലഘട്ടത്ത് ഇവിടുത്തെ തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫിനാൻസ് കൊടുക്കുന്നത് ചെന്നൈയിൽ എന്നാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഫിനാൻസ് കമ്പനിയൊക്കെ പൂട്ടിപ്പോയി. അങ്ങനത്തെ ഇത് സൂരജ് എന്ന് പറയുന്ന മാനുഫാക്ചർ. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിലെ പ്രധാന വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ചേസിലും ഈ ഒരു ക്ലച്ച് കവറിലുമാണ്. ഈ ഒരു ക്ലച്ച് കവർ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇരിക്കുന്നത്, അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഷാഫ്റ്റ്, ഗിയറിൻ്റെ ഷാഫ്റ്റ് ഒരു ബെയറിങ്ങിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ഡിസൈനാണ് ഈ ഒരു സാധനം. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രെയിം, ഡീസൽ ബുള്ളറ്റിൻ്റെ എൻജിൻ നിൽക്കുന്നത് 2 ഫ്രെയിമിലും തൂക്കിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനിലാണ് അതിരിക്കുന്നത്. അതേസമയം ടോറസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേസിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു എൻജിൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൂരജിൻ്റെ കഥ. അപ്പോൾ നമുക്കിത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ കമ്പാരിസൺ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ ഒരുമിച്ചൊരു കമ്പാരിസൺ പറയാം. അടുത്തതായിട്ട് ഇത് 94 കാലഘട്ടങ്ങളിലായപ്പോഴേക്കും സൂരജൊക്കെ വന്നു. അതിനുശേഷം റോയൽ എൻഫീൽഡിൻ്റെ പാർട്സ് തന്നെ എടുത്തിട്ടാണ് സൂരജ് കമ്പനി ഈ ഒരു സാധനം മാനുഫാക്ചർ ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, റോയൽ എൻഫീൽഡ് കമ്പനി തന്നെ ഈ ആൾക്കാരുടെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരു വണ്ടി ഇറക്കി തന്നു. അതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ടോറസ്. ഇത് 1994 മുതൽ 2000 വരെയാണ് മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2000 ആയപ്പോഴേക്കും നമ്മുടെ ആൾക്കാർക്ക് കുറച്ചൊരു സാമ്പത്തികമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ സ്റ്റാൻഡേർഡ്സും BS സ്റ്റാൻഡേർഡ്സൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ 2 സ്ട്രോക്ക് വണ്ടികളായ RX100, പിന്നെ RD, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇന്ത്യ വിട്ടുപോയി. അതിൻ്റെ കൂടെ നിർത്തിപ്പോയ ഒരു സാധനം കൂടെയാണ് നമ്മുടെ ടോറസ് എന്ന് പറയുന്ന സാധനം. ഇത് 2000 വരെ മാനുഫാക്ചർ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ വില ആ ഒരു കാലഘട്ടത്തിൽ പെട്രോൾ വണ്ടിയേക്കാളും 30% വില കൂടുതലായിരുന്നു ഡീസൽ വണ്ടികൾക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ വിലയുടെ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കിനി മൂന്നിൻ്റെയും റൈഡിങ് കംഫർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതിൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങും ഞാനൊന്ന് കാണിച്ചു പോവാം. ഓക്കെ, ഞാൻ ഈ 3 വാഹനങ്ങളും എൻ്റെ ജീവിതം ഇത്രയും കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴായിട്ട് യൂസ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തത് എഞ്ചിൻ കയറ്റിയിരുന്നൊരു വാഹനമാണ്. കുറച്ച് കാലഘട്ടത്തിന് മാത്രമേ ഇത് 2 വണ്ടികളും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, എങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കും, ഈ ഒരു വാഹനം നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് ചേട്ടാ, ഏത് വാഹനമാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ മറുപടി ഇതിലുണ്ടാവും. ആക്ച്വലി ഒരു എഞ്ചിനീയറിംഗ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടോറസ് തന്നെയാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനമായതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ എഞ്ചിൻ്റെ പൊസിഷനിങ് ഒക്കെ കുറച്ചുകൂടെ ലോവറായിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കമ്പയർഡ് ടു മറ്റു വണ്ടികൾ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ കാലഘട്ടത്തിൽ ഡീസൽ ബുള്ളറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് ആ ലോക്കലായിട്ടുള്ള മേസ്തിരിമാർ തന്നെ ആയിരിക്കും. ആ പ്രദേശങ്ങളിലുള്ള ബുള്ളറ്റ് മേസ്തിരിമാരായിരിക്കും ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ
മനോധർമ്മത്തിനനുസരിച്ചായിരിക്കും ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളും അതിൽ ഉണ്ടായിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ അതിൻ്റെ സൈലൻസർ ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ ടാങ്കും കുറേ സാധനങ്ങൾ ഊരി എടുത്താൽ മാത്രമേ സൈലൻസർ ഊരി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഇതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ടോറസ് എന്നുള്ള വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലാണ് ആദ്യമായിട്ട് 4 പ്ലേറ്റ് ക്ലച്ച് 4 പ്ലേറ്റ് ക്ലച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു വണ്ടിയിലാണ്. കാരണം ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോർക്കുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ ആ ഒരു അത്രയും ടോർക്കുള്ള ഒരു എഞ്ചിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് 3 പ്ലേറ്റ് ക്ലച്ചിനേക്കാളും ഏറ്റവും നല്ലത് 4 പ്ലേറ്റ് ക്ലച്ചാണ്. അപ്പോൾ അങ്ങനെ 4 പ്ലേറ്റ് ക്ലച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വണ്ടിയാണിത്. അതിനുശേഷം 2000-ലൊക്കെ ഉള്ള പെട്രോൾ ബുള്ളറ്റുകളും 4 പ്ലേറ്റ് വന്നു. എല്ലാം അതിനുശേഷമുള്ള 4 പ്ലേറ്റ് ക്ലച്ചാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സെൽഫ് സ്റ്റാർട്ടുള്ള ഡീസൽ ബുള്ളറ്റ് അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടുള്ള ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൂരജ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. അടുത്തതായിട്ട് നമുക്ക് ഓരോ വണ്ടിയുടെ സ്റ്റാർട്ടിങ് ഒന്ന് നോക്കാം. ഇത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ വണ്ടിയാണ്. ഇത് 2 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, കിക്കറും ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താക്കോൽ ഓൺ ചെയ്യുക. ഇവിടെ ഒരു ഡീകംപ്രഷൻ സ്വിച്ച് ഉണ്ട്, ഇതിൽ പ്രസ് ചെയ്യുക, ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിങ്. അടുത്തതായിട്ട് നമ്മുടെ സൂരജിനെ സ്റ്റാർട്ട് ചെയ്യാം. സൂരജിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡീകംപ്രഷറിൻ്റെ സ്വിച്ച് ഇപ്പുറത്തുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡീസൽ ബുള്ളറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, 3ഉം ഡീസൽ എഞ്ചിനാണ്. ഞാൻ പറഞ്ഞ പോലെ സെയിം ഡീസൽ എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ ശബ്ദങ്ങളിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പവറിലും കാര്യമായ വ്യത്യാസമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ്. ഒരുപക്ഷെ ബൈക്കുകളിൽ അല്ലെങ്കിൽ ഡീസൽ ബുള്ളറ്റുകളിലും ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷനുകൾക്ക് വിധേയമായ വാഹനങ്ങളാണിത് 3 അതായത് നമുക്ക് പെട്രോൾ ബുള്ളറ്റിലാണെങ്കിൽ മോഡിഫിക്കേഷൻ്റെ പരിധിയുണ്ട്. അഥവാ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ പുതിയൊരു നിയമം വരികയാണ്, ഇനിയുള്ള വാഹനങ്ങളെല്ലാം CNG ആക്കണം, അല്ലെങ്കിൽ ഇനിയുള്ള വാഹനമെല്ലാം പെട്രോൾ ആക്കണം, അല്ലെങ്കിൽ ഇനിയുള്ള വാഹനമെല്ലാം ഇലക്ട്രിക് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും എളുപ്പത്തിൽ കൺവെർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വാഹനമാണിത്. അതായത് ഈ സെയിം എഞ്ചിനിൽ തന്നെ പെട്രോൾ എഞ്ചിനും ഉണ്ട്, ഡീസൽ എഞ്ചിനും ഉണ്ട്, CNG എഞ്ചിനും ഓൾറെഡി ഇപ്പം മാർക്കറ്റിലുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ കൺവെർട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ പെർഫോമൻസ് ഫിഗേഴ്സ് മാറ്റാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്യൂബിക് കപ്പാസിറ്റി 325 cc ആണ് പറയുന്നത്. ഇതിനെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ നമുക്കിതിൻ്റെ കപ്പാസിറ്റി കൂട്ടിയിട്ട് 422 cc ഇപ്പോൾ ഉള്ള 6 HP നിന്നും 7.5 HP വേണമെങ്കിൽ അതിൻ്റെ മേലോട്ട് ഉയർത്താൻ പറ്റുന്ന മോഡിഫിക്കേഷൻ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ഒരു വാഹനമാണിത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകത, ഈ 3 വാഹനങ്ങൾക്കും ബാറ്ററി വേണ്ട, വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് ബാറ്ററി വേണ്ട. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിലയബിളായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയൊരു വാഹനമാണ്. പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ്. അതായത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും, ഇതിനെ നമുക്ക് താക്കോലിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു വണ്ടിയുടെ റിലയബിലിറ്റി ബേസ് നോക്കുമ്പോഴേക്കും ബെസ്റ്റായിട്ടുള്ളൊരു 3 വാഹനമാണിത്. അടുത്തതിൻ്റെ വൈബ്രേഷനെ പറ്റി പറയാം. പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇതിൻ്റെ വൈബ്രേഷൻ എങ്ങനെയാണ്. ഡീസൽ ബുള്ളറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കിട്ടാനുള്ള ഒരു കാരണം ഇതാണ്. കാരണം പലപ്പോഴും അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻസിൻ്റെ നട്ട് ബോൾട്ട് ചിലപ്പോൾ ലൂസായിരിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ പെട്രോൾ ബുള്ളറ്റിനെ പോലെ അല്ല ഇതിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് ഇഗ്നീഷനാണ്. അതായത് പെട്രോൾ ബുള്ളറ്റിൽ സ്പാർക്ക് പ്ലഗ് വന്നിട്ട് ആ സ്പാർക്ക് വെച്ചിട്ടായിരിക്കും പെട്രോൾ കംപ്രസ്ഡ് എയറും ഫ്യൂലുമായിട്ടുള്ളൊരു എന്താ പറയുക ഫ്യൂൽ എയർ മിക്സർ പൊട്ടിത്തെറിച്ചിട്ട് വണ്ടി ഓടുന്നത്. പക്ഷേ നമ്മുടെ ഡീസൽ ബുള്ളറ്റിൽ അങ്ങനെയല്ല. ഫ്യൂവലും എയറും അതായത് ഡീസലും എയറും കൂടെ ചേർന്ന് കംപ്രസ് ചെയ്യുമ്പോഴേക്കും എന്താ പറയുക ലൈറ്റ് ഒരു ഇഗ്നിഷൻ്റെ സാന്നിധ്യം ഇല്ലാതെ തനിയെ അത് എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ട് തന്നെ ചെറിയൊരു വൈബ്രേഷൻ എന്തായാലും ആ ഒരു എഞ്ചിൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചെറിയ വൈബ്രേഷനും കാണും. ഒരുപാട് ലോങ് ടേം യൂസ് വരുമ്പോഴേക്കും ഇതിൻ്റെ നട്ട് ബോൾട്ടുകൾ ചെറുതായിട്ട് ലൂസാവും. അപ്പോഴേക്കും അത് കാരണം വണ്ടിയുടെ വൈബ്രേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പല ആൾക്കാരും റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ പണ്ട് കാലത്ത് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും അവരുടെ കയ്യിലുള്ള ചില ടൂൾസ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ
അതിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് തന്നെ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാവും. അതൊരിക്കലും അതിൻ്റെ ലൈഫ് ലോങ് അത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും പരമാവധി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, അതായത് ടോറസ് എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രിഫറൻസ് ഇത് തന്നെ ആയിരിക്കും. റോയൽ എൻഫീൽഡ് ടോറസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അധികം ഓടാത്ത അല്ലെങ്കിൽ പണി ചെയ്തിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡ് ടോറസ് വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ സൂരജ് വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡീസൽ ബുള്ളറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡീസൽ ബുള്ളറ്റിൻ്റെ വൈബ്രേഷനെ പറ്റി പറഞ്ഞു, വൈബ്രേഷൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളും പറഞ്ഞു. ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതോറും വണ്ടിയുടെ വൈബ്രേഷൻ കുറയാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു മെയിൻ പ്രശ്നമാണ് പൊല്യൂഷൻ. നമ്മൾ പല ഡീസൽ ബുള്ളറ്റ് ആൾക്കാർ കാണുമ്പോഴേക്കും അത് വെറുത്തു പോകുന്ന കാര്യം അതിൻ്റെ പുക കാരണമാണ്. കാരണം ഇപ്പോഴ് ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗമായി കഴിഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ഡീസൽ ബുള്ളറ്റിൽ പുകയും തുപ്പി പോകുന്ന കാണുമ്പോഴേക്കും ആൾക്കാർക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇത് ഏറ്റവും അവസാനം ഇറങ്ങിയ ഡീസൽ ബുള്ളറ്റാണ്, 99 മോഡലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെയും രണ്ടാമത്തെ ടെസ്റ്റാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അപ്പോഴേക്കും എത്ര വർഷം പഴക്കമുള്ളൊരു വാഹനമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഇപ്പോൾ പല ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ളതുപോലെ ഇതിന് മെയിൻ്റനൻസ് ഒന്നും ഇല്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുന്നു, എത്ര വർഷം ഓടിച്ചാലും അത് വണ്ടി സ്റ്റാർട്ടാവും. അഥവാ ഇതിൻ്റെ ഓയിലില്ലാതെ പിസ്റ്റൺ പിടിച്ചു കഴിഞ്ഞാലും കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റൺ സ്റ്റാർട്ടാവും. അത്രയ്ക്ക് മനോഹരമായൊരു ഇൻഡസ്ട്രിയൽ എഞ്ചിനാണ് ഇതിരിക്കുന്നത്. ശരിക്കും ഇത് ഓട്ടോമോട്ടീവ് എഞ്ചിനല്ല, ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു എഞ്ചിൻ എടുത്ത് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പം ഈ ഒരു എഞ്ചിൻ ഇത്ര റിലയബിൾ ആയത് കാരണം തന്നെ ഈ ഒരു വാഹനം വാങ്ങിയ ആൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഓണർ ആയിരിക്കും, അയാൾ ഇതുവരെ ഒരു പണിയും ചെയ്യാതെ ആയിരിക്കും ഈ വാഹനം കൊണ്ട് നടക്കുന്നത്. അത് കാരണം തന്നെ ഇതിൻ്റെ പിസ്റ്റൺ റിങ്സ് ഒക്കെ തേഞ്ഞിട്ടുണ്ടാവും, ഇതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് തേഞ്ഞിട്ടുണ്ടാവും. അത് കാരണം ഉള്ള പൊല്യൂഷനാണ് പ്രധാനമായിട്ടും ഇതിന് വരാനായിട്ടുള്ള സാധ്യത. അതൊരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതെല്ലാം മോഡിഫിക്കേഷൻ സാധ്യതയുണ്ട്. അതായത് നമുക്കൊരു വാഹനം കയ്യിൽ കിട്ടി, അതിന് വലിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലി കൂട്ടാൻ പറ്റും, അതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. ചിലപ്പോൾ പറയുകയാണ് ചില ആൾക്കാർക്ക് മെയിനായിട്ട് ഇതിൻ്റെ ശബ്ദം ഇഷ്ടമല്ല, ശബ്ദം കുറച്ചുകൂടെ കുറയ്ക്കാൻ പറയും. അപ്പോഴേക്കും അതിനെ ടൈമിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണം ഇതിൻ്റെ പൊല്യൂഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. പൊല്യൂഷൻ കൂടാനുള്ള സാധ്യത ഇതാണ്. അഥവാ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം, ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഹെഡിൻ്റെയും വാൽവിൻ്റെ ഇടയിൽ ചിലപ്പോൾ കരിയൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാലും പുക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ അതിലൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അടുത്തൊരു കാര്യം, ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു വലിക്കുറവാണ്. ഈ ഒരു വണ്ടിക്ക് പ്രധാനമായിട്ടുള്ള പ്രശ്നം വരാൻ സാധ്യത ഒരു വലിയുടെ പ്രശ്നമാണ്. അതായത് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഇഷ്യൂ ആണ്. അതിന് ഇതിൻ്റെ നോസിൽ അടയാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിൻ്റെ സാധാരണഗതിയിൽ 4 ഹോളാണ് നോസിൽ വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ നോസിൽ ഇരിക്കുന്നത്. ആ നോസിൽ ഹൈ പ്രഷറിൽ ഡീസൽ സ്പ്രേ ചെയ്യും. അപ്പോഴേക്കും അത് 4 ഹോളിൽ കൂടെ ഡീസൽ സ്പ്രേ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹോളം അടഞ്ഞു പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലി കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡിൻ്റെ ഇടയിലൊക്കെ കരി കയറിയിട്ട്, അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഈ ടോപ്പ് പോർഷനാണ്, ഇതിൻ്റെ ഇടയിൽ വാൽവിൻ്റെ ഇടയിലൊക്കെ കരി കയറിയിട്ട് കംപ്രഷൻ കുറഞ്ഞിട്ടും വലി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ 1-2 ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാം. അതുപോലെ തന്നെ ആദ്യത്തെ ചോദ്യം, ഇതിപ്പോൾ 2024 ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങണോ അല്ലെങ്കിൽ ഞാൻ വാങ്ങണോ? ഇപ്പോഴാണ് ഈ ഒരു വാഹനം വാങ്ങിച്ചിരിക്കുന്നത്, എങ്ങനെയുള്ള ആൾക്കാരാണ് വാങ്ങേണ്ടത്? പിന്നെ അടുത്തൊരു പ്രധാന ചോദ്യം, എത്ര മൈലേജാണ് എനിക്ക് കിട്ടുന്നത്? ഓക്കെ, മൈലേജ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മൈലേജിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന മൈലേജുകൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതൊരു 55 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്, ഇത് 60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതൊരു 65-70 അടുപ്പിച്ചുള്ള മൈലേജാണ് ഈ ഒരു വാഹനങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോ മൈലേജിൻ്റെ പ്രധാന വിഷയങ്ങൾ വരുന്നത് എഞ്ചിൻ്റെ കണ്ടീഷൻ ഒന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പമ്പിൻ്റെ പ്രഷർ, അതായത് ഈ നോസിലിൻ്റെ പ്രഷർ, പമ്പിൻ്റെ അല്ല, ഈ നോസിലിൻ്റെ പ്രഷർ സെറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് പ്രധാനമായിട്ടും മൈലേജിൻ്റെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ അത് നല്ല ഹൈ പ്രഷർ കൂടുന്തോറും മൈലേജ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഈ ഒരു 2024 കാലഘട്ടത്തിൽ നമ്മളിത് വാങ്ങിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഡീസൽ ബുള്ളറ്റ് വാങ്ങുന്ന ഒരു കഥ കൂടെ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിത്തരുന്നത്, എൻ്റെ ഫാദർ വണ്ടി വാങ്ങിച്ചു തരുന്നത് 2008 കാലഘട്ടത്തിലാണ്. അപ്പോഴേക്കും എനിക്കൊരു പെട്രോൾ ബുള്ളറ്റാണ് വാങ്ങിച്ചു തന്നത്, 99 മോഡൽ പെട്രോൾ ബുള്ളറ്റ്. അപ്പോൾ അന്ന് എനിക്ക് ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടാണ് ജോലി കിട്ടുന്നത്. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 3500 രൂപയാണ്. അന്ന് നമ്മൾ ഒരു ടു ആൻഡ് ഫ്രോ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100-150 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. ആ സാഹചര്യത്തിലാണ് നമ്മൾ പെട്രോൾ ബുള്ളറ്റ് മാറ്റിയിട്ട് ഡീസൽ ബുള്ളറ്റ് ആക്കിയത്. കാരണം ആ 100 രൂപയുടെ സ്ഥാനത്ത് എനിക്ക് 50 രൂപയുടെ ഡീസൽ കൊണ്ട് എനിക്ക് ടു ആൻഡ് ഫ്രോ ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈലേജിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ്
എന്താ പറയുക ഈ ഒരു ഡീസൽ ബുള്ളറ്റ് ആദ്യമായിട്ട് എടുത്തത്. അതിനുശേഷം ഞാൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന സമയത്തും ഡീസൽ ബുള്ളറ്റ് എനിക്ക് വലിയ പ്രയോജനമായിരുന്നു. അപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു മൈലേജിൻ്റെ ഇഷ്യൂ കാരണമാണ്. ഓക്കെ, പല ആൾക്കാർക്കും ഇപ്പോഴും സംശയമാണ് ഈ ഒരു വാഹനം ഈ 2024 കാലഘട്ടത്തിൽ വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി വാങ്ങാനാണെങ്കിലും പല ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ വാഹനങ്ങൾ വിൽപ്പനയ്ക്കാണ്, ഇതിൽ ഏതെങ്കിലും വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാനൊരു 7 സീറ്റർ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാറിൻ്റെ കൂടെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടെ തട്ടിയിട്ട് ഒരു ഇലക്ട്രിക് കാർ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരൊക്കെ ഈ ഒരു വാഹനം, ഓക്കെ വീണ്ടും തിരിച്ചു വരാം. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഞാൻ ഒരു ഡീസൽ ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പൊല്യൂഷൻ പ്രശ്നങ്ങൾ വരുമോ, വണ്ടി സ്ക്രാപ്പ് ചെയ്യേണ്ടി വരുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അതിന് ആത്മാർത്ഥമായിട്ടുള്ള മറുപടി എൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ഈ ഒരു സാധനം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതിനേക്കാൾ ലാഭം ഇലക്ട്രിക് വാഹനമാണ്. അത് 100% ഉറപ്പാണ്. കാരണം ഈ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ ഒരു ആവറേജ് 60 കിലോമീറ്റർ മൈലേജ് ഒക്കെയാണ് എനിക്ക് കിട്ടി വരുന്നത്. അതായത് 100 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ 60-70 കിലോമീറ്റർ ഓടും. അതേസമയം അതിൻ്റെ 4 പൈസ 20 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി അടിച്ചു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടുന്ന വാഹനം, അല്ല 150 കിലോമീറ്റർ ഓടുന്ന വാഹനങ്ങൾ, അതുമല്ല ഒട്ടും വൈബ്രേഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയൊന്നും എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറ്റു വാഹനങ്ങളും റിലയബിളൊക്കെ തന്നെയാണ്, അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വികാരത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുക. അതായത് നമുക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, ഇതിൻ്റെ സ്പീഡ് വളരെ ലിമിറ്റഡ് ആണ്. ഈ എല്ലാ വാഹനങ്ങളും ഒരു 70-80 കിലോമീറ്റർ ഒക്കെ കഷ്ടിയാണ്. അത് കമ്പനി ബുള്ളറ്റൊക്കെ 70 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഇതും പോവും, എന്താ പറയുക, ലെവൽ റോഡിൽ ഫുൾ സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ 70 കിലോമീറ്റർ പോവും, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകത്തില്ല. അത്യാവശ്യം നല്ല വൈബ്രേഷനാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന് ഒരു പതുക്കെ പോകുന്ന ആൾക്കാർ, അവർക്കൊരു ഫീലിൽ ഇങ്ങനെ പോകണം, എക്കണോമിക്കലായിട്ട് പോകണം, ഒരു പഴമയിൽ പോകണം. അതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാവരും പെട്രോൾ അടിക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ ഡീസൽ അടിക്കാൻ പോയി നിൽക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻസ് സാധ്യതകൾ ഉള്ളൊരു വാഹനമാണ്. അങ്ങനെ ഒരു സ്നേഹമുള്ളൊരു രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഈ ഡീസൽ ബുള്ളറ്റ്. അങ്ങനെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം വാങ്ങുക. വാങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ മനസ്സിലാക്കുക. പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം വാങ്ങുക. പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ളതല്ലെങ്കിലും ചെറിയൊരു വൈബ്രേഷൻ അതിലുണ്ട്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് വീഡിയോ കാണിച്ച പോലെ ചെറിയ വൈബ്രേഷൻ ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് വൈബ്രേഷൻ ടെസ്റ്റ് കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതൊക്കെ നോക്കുക. അതായത് ഇലക്ട്രിക്കലും പെട്രോളിലും ഇതിലുള്ള വൈബ്രേഷൻ ടെസ്റ്റ് കാണിക്കുക. അതൊന്ന് കമ്പയർ ചെയ്തിട്ട് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ വാങ്ങിക്കുന്നതിന് മുമ്പ് ഉറപ്പിലിട്ട് വാങ്ങിക്കുക. കാരണം പല ആൾക്കാരും ഡീസൽ ബുള്ളറ്റ് വാങ്ങിക്കും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വിൽക്കാൻ കൊണ്ട് നടക്കും. അപ്പോഴേക്കും ചിലപ്പോൾ വിൽക്കാൻ പറ്റണമെന്നില്ല. അതായത് ഇത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ അത്ര ഒരു ഭയങ്കര ഡിമാൻഡുള്ള ഒരു വണ്ടിയല്ല. അപ്പോൾ നമ്മൾ എടുത്തു, പിന്നെ എടുക്കുന്ന ഉടനെ പല ആൾക്കാർ പറയും അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വൈബ്രേഷൻ കുറച്ച് തരും, ഇവിടെ കൊണ്ടു കൊടുത്താൽ മൈലേജ് കൂട്ടി തരും എന്നൊക്കെ പല ആൾക്കാരും പലതും പറയും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മളിതെല്ലാം നടന്നിട്ട് അവസാനം എന്താ പറയുക, നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യും. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ചിലപ്പോൾ ആ ഒരു വണ്ടി എത്തത്തില്ല. പിന്നെ നമ്മൾ കൊടുക്കാൻ നോക്കും, അപ്പോഴേക്കും നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ആ ഒരു സിസ്റ്റം അങ്ങനെ ആയിപ്പോവും. അതിന് പകരം നമ്മൾ ആദ്യം വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇതിനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങളിലും പ്രശ്നവുമുണ്ട് ഗുണവുമുണ്ട്. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റിൻ്റെ ആ ഒരു പൊസിഷനിലിരുന്ന് ആ ഒരു ഫീലിൽ യാത്ര ചെയ്യാം. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ അത്രയൊക്കെ ഉണ്ട്. അത് ഉണ്ടെന്ന് മനസ്സിലാക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ചാനലിലൊന്ന് കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ ഒരുമിച്ച് കോമൺ ആയിട്ട് പറയാം. കാരണം പല ആൾക്കാരും വിളിച്ച് ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുക, ചേട്ടാ 2027 കൂടെ എല്ലാം പോവുമോ? എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്. അതായത് ഈ സ്ക്രാപ്പേജ് പോളിസി വരുമ്പോൾ ഇതൊക്കെ പൊളിച്ച് കളയേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഈ പോളിസി ഡിസൈഡ് ചെയ്യുന്നത് ഞാനല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അതായത് മന്ത്രിമാരാണ്. അവരാണ് ഈ പോളിസി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പോളിസി മാറ്റാനും പകരം കേരളത്തിന് വേറെ പോളിസി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുള്ള ആൾക്കാർക്ക് അതിനുള്ള പവറുണ്ട്. അത് ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കും. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഇതല്ല. നിലവിൽ ഇത് 2024 ഫെബ്രുവരി മാസം ടെസ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തിട്ട് പേപ്പർ കിട്ടിയ വണ്ടിയാണ്. അത് ഈ വർഷം തന്നെ ലാസ്റ്റിൽ 10ാം മാസത്തിൽ ടെസ്റ്റ് ചെയ്യേണ്ട വണ്ടിയാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത് എന്താ പറയുക, നിലവിലുള്ള BS1 സ്റ്റാൻഡേർഡ് അനുസരിച്ച് പുകയെ നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തുരുമ്പൊന്നും ഇല്ലാതെ ഇൻഡിക്കേറ്ററും ലൈറ്റും ഒക്കെ കത്തിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അധികം പുകയില്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ വണ്ടികൾക്കെല്ലാം ഫിറ്റ്നസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് 2027 ഇത് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡിഫിക്കേഷൻ സാധ്യത ഉള്ളതാണ്.
അതായത് BS4 എഞ്ചിൻ വരെ സെയിം ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഡീസലിൽ തന്നെ BS4 എഞ്ചിൻ സെയിം എഞ്ചിൻ നമുക്ക് വാങ്ങാൻ കിട്ടും. അഥവാ ഒരു പൊല്യൂഷൻ അത്രയ്ക്ക് സ്ട്രിഞ്ചൻ്റ് ആയിട്ട് പിടിക്കുകയാണ്, BS4 തന്നെ ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഞ്ചിനെ മാറ്റിയിട്ട് ആ ഒരു എഞ്ചിൻ വയ്ക്കാൻ സാധിക്കും. കാരണം ഗവൺമെൻറ് അങ്ങനെ സ്ട്രിക്റ്റ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ കൺവേർഷനും അവസരം തരും. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ഡീസൽ ബുള്ളറ്റ് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് മൈലേജിൻ്റെ ഒരു ഇതല്ല, പക്ഷേ ഒരു ഫീലാണ്. ഡീസൽ ബുള്ളറ്റ് ഓടിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഈ പെട്രോൾ ബുള്ളറ്റ് ഓടിക്കുന്ന പോലെ തന്നെ അതൊരു പ്രത്യേക ഫീലാണ്. അതായത് വളരെ സ്ലോയിൽ പോകാം. അതുപോലെ നമ്മൾ ഡീസൽ അടിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ മാത്രമേ അവിടെ ഡീസലിൽ അടിക്കാനായിട്ട് കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും പെട്രോൾ പമ്പിൽ ക്യൂ നിൽക്കുമ്പോഴേക്കും നമ്മൾ ഇന്ന് ഡീസലൊക്കെ അടിച്ചു പോകുന്നുണ്ട്. പിന്നെ വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് അത്രയൊക്കെ ഉള്ളൂ ആ ഒരു എന്താ പറയുക ഫീൽ, അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം, ഒരു വട്ട്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്ന ഒന്നാണ്, എല്ലാ വണ്ടികളും കൊടുക്കാനുള്ളതാണ്. ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും കൊടുക്കാനുള്ളതാണ്. താല്പര്യമുള്ളെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് റെഡിയാകാം. അപ്പോൾ ഏത് വണ്ടിയാണ്, ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വാഹനമുണ്ട്. അപ്പോൾ ഏത് വണ്ടിയാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് ഫോർ സെയിൽ? അത് സെയിലിനാണ്. അടുത്തത്, ഇത് കയറ്റം വലിക്കുവാണോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഡീസൽ ബുള്ളറ്റ് കയറ്റം വലിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കേസ്, പെട്രോൾ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 HP ഉള്ള ഒരു വാഹനമാണ്. ഡീസൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 HP ഉള്ള വണ്ടിയാണ്. 6.5 HP, 6.5 HP, 6.5 HP. പക്ഷേ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ വാഹനവും ലോങ് ടേമിൽ ഓടുമ്പോഴേക്കും അതിൻ്റെ പവറിൽ ഡ്രോപ്പ് ഉണ്ടാവും. ഇപ്പോൾ 6.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ ഒരു 5 HP ആയിരിക്കും. ആക്ച്വലി ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ പവറായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്. അതുപോലെ അതിൻ്റെ നോസിലിൻ്റെ പ്രഷർ അല്പം കുറച്ച് വെച്ചിരിക്കുക. അതായത് കൂടുതൽ ഡീസൽ ഇതിനകത്തോട്ട് കിട്ടുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൈലേജ് കുറവായിരിക്കും. അതുകൊണ്ട് എനിക്കിതിൽ പവർ കൂടുതൽ കിട്ടുന്നു. അതേസമയം എൻ്റെ ആ ഒരു വണ്ടിയിൽ, ടോറസ് എന്ന് പറയുന്ന വണ്ടിയിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്നുണ്ട്, പവറും കുറവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം ഓടി നമ്മൾ എൻജിൻ റെസ്റ്റോർ ചെയ്യാത്തൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പവർ അതല്പം കുറവാണ്. ഇത് നമ്മൾ എൻജിൻ പുറോടെ റെസ്റ്റോർ ചെയ്തെങ്കിലും പിസ്റ്റൺ റിങ്സൊക്കെ മാറ്റി ഒരുവിധം റെഡിയാക്കി പമ്പിൻ്റെ പ്രഷറും കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ പവറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ ഒരു 6 HP കിട്ടുമായിരിക്കും, അതൊരു 5.5 HP കിട്ടുമായിരിക്കും. അല്ല, ഇതൊരു 6 HP കിട്ടത്തില്ല, ഇതൊരു 5.5ഉം അതൊരു 5 HP ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ശക്തി കുറവാണ്, പെട്രോൾ ബുള്ളറ്റിനെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് വലിയും കണക്കായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു വലി കിട്ടത്തില്ല. അതൊരു അടുത്തൊരു വിഷയമാണ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. പവർ കുറവാണ്, ടോർക്ക് കൂടുതലാണെങ്കിൽ, അതായത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ ടോർക്ക് ഉണ്ടെങ്കിലും പവർ കുറവാണ്. അതായത് നല്ലൊരു കയറ്റമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് രണ്ടുപേരായിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ബാക്കിലുള്ള ആൾ ഇറങ്ങി നടക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് നല്ല കുത്തു കയറ്റത്തിൽ. അപ്പോൾ അത് പവർ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. എങ്കിലും പെട്രോൾ ബുള്ളറ്റിൻ്റെ പെർഫോമൻസ് നമുക്കിതിൽ കിട്ടത്തില്ല. പല ആൾക്കാരുടെയും വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ബുള്ളറ്റിൻ്റെ പകുതി പൈസയ്ക്ക് ഡീസൽ ബുള്ളറ്റ് കിട്ടുന്നതുകൊണ്ട് ഡീസൽ ബുള്ളറ്റ് വാങ്ങിക്കും. എന്നിട്ട് ഏതെങ്കിലും മേസിൽ എടുത്ത് കൊണ്ടുകൊടുത്തിട്ട് അതിനെ പെട്രോൾ ബുള്ളറ്റിൻ്റെ പെർഫോമൻസിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് നടക്കാത്തൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വൈബ്രേഷൻ താരതമ്യേന കുറവ് എന്തിനാണ്? വൈബ്രേഷൻ താരതമ്യേന കുറവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനാണ് വൈബ്രേഷൻ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോറസിന്. പക്ഷേ തിയറിറ്റിക്കലി ഇതിനാണ് കുറയേണ്ടത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓടിയിട്ട് അതിൻ്റെ എന്താ പറയുക ശക്തി ചിലപ്പോൾ ക്ഷയിച്ചിരിക്കുകയാണ്. അതുമല്ല അതിൻ്റെ ടൈമിംഗ് ഒക്കെ നമ്മളിനി കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും പെർഫോമൻസ് കിട്ടത്തുള്ളൂ. തിയറിറ്റിക്കലി ഏറ്റവും വൈബ്രേഷൻ കുറഞ്ഞൊരു വണ്ടി ഈ സാധനമാണ്, നമ്മുടെ സൂരജാണ്. കാരണം അതിൻ്റെ ഫ്രെയിമിൻ്റെ ഡിസൈൻ, വണ്ടിയുടെ എഞ്ചിൻ്റെ ഫ്രെയിമിൻ്റെ ഡിസൈനും അതിൻ്റെ ഡിസൈൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ള ഫൗണ്ടേഷനിൽ വച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് എഞ്ചിൻ്റെ വൈബ്രേഷൻ കുറവ് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിനകത്ത് ഒരു ഷിമ്മൊക്കെ ഇട്ടിട്ട് ടൈമിംഗ് കറക്റ്റായിട്ട് റിട്ടാർഡ് ടൈമിങ്ങിലാണ്, ചെറിയ റിട്ടാർഡ് ടൈമിങ്ങിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ റിട്ടാർഡ് ടൈമിങ്ങിൽ ഇടുമ്പോഴേക്കും വണ്ടിയുടെ ജെർക്കിങ് അല്പം കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വൈബ്രേഷൻ രണ്ടും കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് വരെ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലാസ് ടെസ്റ്റ് വെച്ച് നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും. അടുത്തൊരു ചോദ്യം, ഡീസൽ ബുള്ളറ്റ് വിൽപ്പനയ്ക്കുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് ഓരോ വാഹനങ്ങളുടെയും ഗ്ലാസ് വൈബ്രേഷൻ ടെസ്റ്റ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ വൈബ്രേഷൻ ടെസ്റ്റ് ആരംഭിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് വണ്ടിയിലാണ്. ഈ ഒരു പേപ്പർ വെച്ചിരിക്കുന്നുണ്ട്. പേപ്പർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല, വെള്ളം വീണ് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ വെച്ചിരിക്കുന്നത്. ഇത് ഇലക്ട്രിക്കാണ്. ഇത്
കമ്പനി മാനുഫാക്ചർ അല്ല, നമ്മൾ മാനുഫാക്ചർ ചെയ്തതാണ്. അതുകൊണ്ട് ചിലപ്പം ഇതിലും ചെറിയ വൈബ്രേഷൻ ഉണ്ട്, മോട്ടോർ കറങ്ങുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട്. ഓൺ ചെയ്ത വണ്ടി സ്റ്റാർട്ടാണ്. ചെറിയൊരു കുഞ്ഞ് വൈബ്രേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഗ്ലാസ് ചെറുതായിട്ട് അങ്ങോട്ടും കൊണ്ട് നീങ്ങുന്നുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ഇല്ല. കാരണം ഇത് നമ്മൾ കൈപ്പണിയാണ്. കൈപ്പണി ആയതുകൊണ്ട് അങ്ങനെ ചെറിയ വൈബ്രേഷനൊക്കെ വരും. വൈബ്രേഷൻ ഉണ്ട് സാധനത്തിന്. അടുത്തതായിട്ട് നമ്മുടെ പെട്രോൾ ബുള്ളറ്റിൻ്റെ ആണ്. ഇത് നേരത്തെ ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയായിരുന്നു. നമ്മളിപ്പോൾ ക്രാങ്ക് വെയിറ്റൊക്കെ കൂട്ടി എഞ്ചിൻ പണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ വൈബ്രേഷൻ നോക്കാം. അത്യാവശ്യം വൈബ്രേഷൻ കാണും. അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട് ഇതിന്. അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. കിളകളാന്ന് കുലുങ്ങുന്നുണ്ട്. ആദ്യമൊന്ന് ചെറിയ വൈബ്രേഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഡീസൽ ബുള്ളറ്റിൻ്റെ വൈബ്രേഷൻ. ഓക്കെ, നമുക്ക് സൂരജ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിനാണ് ഇപ്പോൾ വൈബ്രേഷൻ കൂടി. നമുക്കിനി ഡീസൽ ബുള്ളറ്റിൻ്റെ വൈബ്രേഷൻ കൂടെ നോക്കാം. അയ്യോ, അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ വണ്ടിയുടെ വൈബ്രേഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈ 3 വണ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഈ ഒരു വണ്ടിക്കാണ് ഇപ്പോൾ വൈബ്രേഷൻ കുറവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ കളി വെച്ചിട്ട് ഈ 2 വണ്ടിക്ക് അത്യാവശ്യം വെള്ളം മറിയുന്നുണ്ട്. പെട്രോൾ ബുള്ളറ്റിലാണെങ്കിൽ പോലും മറിയുന്നുണ്ട്. ഇലക്ട്രിക്കിലാണെങ്കിലും ചെറിയൊരു സീറ്റ് വൈബ്രേഷൻ ഉണ്ട്. ചെറിയ കുഞ്ഞ് വൈബ്രേഷനൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമാണ്. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വണ്ടികളിലും പല രീതിയിലുള്ള മോഡിഫിക്കേഷൻ നമ്മൾ നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന മോഡിഫിക്കേഷൻ ഉണ്ട്. ഇനി നമ്മുടെ ചാനലിൽ ആകപ്പാടെ 2 ഡീസൽ ബുള്ളറ്റിൻ്റെ വീഡിയോ മാത്രമേ ഇനി വരാൻ സാധ്യതയുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ കുറേ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഡീസൽ ബുള്ളറ്റുകളിൽ. അതിനെപ്പറ്റി നമ്മൾ വിശദമായ വീഡിയോകൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫ്യൂൽ ഗേജ് ഫിറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് അതിൻ്റെ കണക്ഷൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ഡീറ്റെയിൽ സ്പീഡോമീറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികൾ നമ്മൾ അതിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ വേറെ ഒരു വീഡിയോയും കൂടെയാണ് നമുക്ക് ഡീസൽ ബുള്ളറ്റിൻ്റെ വീഡിയോകളിൽ ഇനി വരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കുറച്ച് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഡീസൽ ബുള്ളറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തെന്നാണ് വിശ്വാസം. അതിൻ്റെ മൈലേജ്, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഡ്രോബാക്സ്, അതിൻ്റെ പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. മനോഹരമായിട്ടൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.